കരുണാർദ്ര സ്നേഹത്തിൻ സാക്ഷിയാകാം എസ്റ്റി തൻ സ്ഥാപക വല്യച്ഛ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി കരുണാർദ്ര സ്നേഹത്തിൻ സാക്ഷിയാകാം എസ്റ്റി തൻ സ്ഥാപക വല്യച്ഛ പ്രാർത്ഥിക്കണേ ഞങ്ങൾക്കായി. കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരൻ്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞ് ആ പരിമിതിയിൽ നിന്ന് ഉയരാൻ പ്രതീക്ഷ പകരുന്ന സ്നേഹസ്പർശമായി മാറുക എന്നതാണ്. കാരുണ്യം സ്വീകരിക്കുന്നയാൾ അത് തൻ്റെ അവകാശമായിട്ടല്ല സ്വീകരിക്കുന്നത്. കാരുണ്യം കാണിക്കുന്നയാൾ തൻ്റെ ഔദാര്യമാണ് പങ്കുവയ്ക്കുന്നത്. സ്നേഹസമ്പന്നനായ ദൈവം നിരന്തരം നമ്മോട് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്നേഹത്തിൻ്റെ ഔദാര്യമായ പങ്കുവയ്ക്കലാണ്. ഈ സ്നേഹത്തിൽ വളരുവാൻ ഉദിച്ച ഒരു വ്യക്തിയാണ് ധന്യനായ വർഗീസ് പയ്യപ്പള്ളി അച്ഛൻ. അദ്ദേഹത്തിൽ ഈ കാരുണ്യം എങ്ങനെയാണ് കരകവിഞ്ഞൊഴുകിയത് എന്ന് ഒരുപക്ഷെ 1924 വെള്ളപ്പൊക്ക കാലത്തായിരിക്കാം. ആലുവ പ്രദേശം മുഴുവൻ വെള്ളത്തിനടിയിൽ പെട്ടുപോയപ്പോൾ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ പെട്ടുപോയ മനുഷ്യരെ അന്വേഷിച്ചിരുന്ന ഒരു കൊച്ചു വള്ളത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് അവരുടെ അടുത്തേക്ക് അവരുടെ രക്ഷകനായിട്ട് കടന്നു ചെല്ലുവാൻ അദ്ദേഹം പരിശ്രമിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഈ കാരുണ്യത്തിൻ്റെ സ്പർശമേവുകയായിരുന്നു ചെയ്തത്. ആ പ്രദേശങ്ങളിലുള്ള പാവപ്പെട്ടവരും ദരിദ്രരും രോഗികളും നിരാലംബരുമായ മനുഷ്യരുടെ അടുത്തേക്ക് അദ്ദേഹത്തിൻ്റെ പാദസ്പർശങ്ങൾ നടന്നെടുത്തപ്പോൾ ഈ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള വെമ്പൽ കൊള്ളലായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹസ്പർശനമേറ്റ ഏതാനും സ്ത്രീകൾ അദ്ദേഹത്തോട് ചേർന്നു. ഈ സഹോദരിമാർ എന്തുമാത്രം ആഴത്തിൽ അവരിൽ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിവുണ്ട് എന്ന് തിരിച്ചറിയുക അദ്ദേഹത്തിൻ്റെ ആവശ്യമായി. ഒരു ദിവസം പാവപ്പെട്ട ദരിദ്രനായ വ്രണിതനായ രോഗിയായ ഒരു വൃദ്ധ മനുഷ്യനെ അവരുടെ മുമ്പിൽ കൊണ്ടുവന്ന് കിടത്തി അവരോട് ആയി ചോദിച്ചു. ഒരുവളോട് പേര് വിളിച്ച്, കൊച്ചു ത്രേസ്യ, ഇപ്പോൾ നീ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചു. അവർ ഉച്ചസ്ഥരം ഏറ്റുപറഞ്ഞു, ഇതാ ഞങ്ങളുടെ മുമ്പിലേക്ക് ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ട് ഈ മനുഷ്യനിലൂടെ എത്തിയിരിക്കുന്നുവെന്ന്. അദ്ദേഹം അവരെ പ്രചോദിപ്പിച്ചു, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു, അവരെ ഒരുമിച്ച് ചേർത്തു. അങ്ങനെയാണ് ആലുവായിലെ ചുണങ്ങുംവേലിയിലുള്ള അഗതികളുടെ മന്ദിരത്തിൻ്റെ തുടക്കം. അദ്ദേഹം അവരെ അഗതികളുടെ സഹോദരികളെന്ന് വിളിച്ചപ്പോൾ അവർ തങ്ങൾക്ക് വഴികാട്ടിയായി തീർന്ന വർഗീസ് അച്ഛനെ അവരുടെ സ്ഥാപക പിതാവായിട്ട് സ്വീകരിച്ചു. ലോകം മുഴുവൻ ഈ വിശുദ്ധ വൈദികനെ
തിരുസഭയിലൂടെ ഉയർത്തപ്പെട്ട് ആഗോള സഭയിൽ എല്ലാവർക്കും മാതൃകയും പ്രചോദനവുമായി തീരുവാൻ ആ കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശം അനേകരിൽ എത്തിച്ചു കൊടുക്കുവാൻ അദ്ദേഹം നമുക്കെല്ലാവർക്കും വഴികാട്ടിയായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഒരിക്കൽ നവസന്യാസിനികൾ വഴിയരികിൽ കിടന്നിരുന്ന ആരോരുമില്ലാത്ത ഒരു വൃദ്ധനെ അഗതി മന്ദിരത്തിലേക്ക് കൊണ്ടുവന്നു. തീർത്തും അവശനായിരുന്ന ഈ വൃദ്ധനെ പരിപാലിക്കാനുള്ള ചുമതല സിസ്റ്റർ കൊച്ചുത്രേസ്യയ്ക്കായിരുന്നു. അച്ഛാ, വല്യപ്പനാകെ അഴുക്കായി, ഉടുപ്പൊക്കെ സ്ഥാനം തെറ്റി, വല്ലാത്ത ദുർഗന്ധം, പറ്റണില്ല. ഞാൻ ത്രേസ്യ, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു. കൊച്ചുത്രേസ്യ, ഈശോയാണ് ഈ കിടക്കുന്നത്. ഈശോ എന്ന പോലെ വേണം പരിചരിക്കാൻ. അതെ, മകൻ ഒരു കാര്യം പറഞ്ഞു. പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്ന് ഒരു അമ്മച്ചിയെ ഇവിടെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചിട്ട്. അമ്മച്ചി എവിടുന്നാ? ഇവിടെ അടുത്തുള്ള ഒരു കോളനിയാണ്. അവിടെയുള്ള എല്ലാ ചേട്ടന്മാർക്കും കൊറോണ ആയതിനാൽ അടുത്തുള്ള ഗവൺമെന്റ് സ്ഥലത്ത് മാറ്റിയിരിക്കുകയാണ്. അമ്മച്ചിക്ക് ആരല്ലേ? അമ്മച്ചിക്ക് സ്വന്തമായിട്ട് ആരില്ല. അടുത്തുള്ളവരാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അവിടെയുള്ള സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വീട്ടിന് പുറത്തിറങ്ങാൻ പേടിയാണ്. ഇവിടെ കൊണ്ടുവരട്ടെ എന്ന് മദറിനോട് ചോദിച്ചു. ഞങ്ങൾ നോക്കിക്കൊള്ളാൻ മദറിനോട് പറ. പറഞ്ഞിട്ടേ? പറഞ്ഞു. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? നാളെ മുതൽ സിസ്റ്റേഴ്സൊക്കെ ധ്യാനത്തിന് പോവാ. മദർ നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. നമ്മൾ പാർലർ നോക്കണം, കിച്ചൺ നോക്കണം, 2 ബാറ് നോക്കണം, ചാപ്പൽ നമ്മളാ നോക്കുന്നത്. ഉണ്ടോ അമ്മ? നമ്മൾ 3 പേരല്ലേ, നമുക്ക് നോക്കാം. രാഗിനി, ആ പാലൊന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കണേ. ഇത് മൊത്തം എടുത്ത് വെക്കുന്നോ?
ആ അതെ. ആ വെള്ളിയമ്മച്ചിനെ കൊണ്ടുവന്ന് കേട്ടോ. ആണോ? അതെ. എവിടെയാണ് അമ്മച്ചി കിടക്കുന്നത്? അങ്ങ് ഏറ്റവും ലാസ്റ്റ് മുറിയിലാണ്. അതെ, എൻ്റെ ഏറ്റവും എളിയ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ തിരുവചനത്തിൻ്റെ ഉൾപ്രചോദനത്താൽ നമ്മുടെ ആദ്യ സഹോദരി സിസ്റ്റർ കൊച്ചു ത്രേസ്യായിക്ക് വല്യച്ഛൻ പകർന്നു നൽകിയ സിദ്ധി ചൈതന്യം ഇന്ന് ഇത്തരം ശുശ്രൂഷകളിൽ വല്യച്ഛൻ അഗതി സഹോദരിയായ എനിക്കും ഒരു പ്രചോദനമാണ്, മാതൃകയാണ്. കാലത്തിൻ്റെ ചുവരെഴുത്തുകൾക്കനുസൃതം മാറി മാറി വരുന്ന അഗതിത്വങ്ങളെ കരുണയോടെ ശുശ്രൂഷിക്കുവാൻ, അവർക്ക് ജീവൻ പകരുവാൻ നമുക്കും സന്നദ്ധരാകാം, മുന്നിട്ടിറങ്ങാം. Whatsoever you do to the least of my people, that you do unto me. Whatsoever you do to the least of my people, that you do unto me. When I was hungry, you gave me to eat. When I was thirsty, you gave me to drink. Now enter into the home of my Father. Whatsoever you do to the least of my people, that you do unto me. Whatsoever you do to the least of my people, that you do unto me. When I was tired, you helped me find rest. When I was worried, you calm all my fears. Now enter into the home of my Father. Whatsoever you do to the least of my people, that you do unto me. Whatsoever you do to the least of my people, that you do unto me. Let us pray. Almighty and ever-living God, as you have called us to experience and share your compassionate love to the destitutes, we ask you to open our eyes to see those around us who are in need of your compassion. Compel us to listen to them and to hear their needs. Give us the heart to be interested in their troubles and provide for us the means to help them. Give us a compassionate heart to see situations from a spiritual perspective and the words to pray over them. Lord, fill our hearts with compassion for your creation, especially to the destitutes. Give us the guidance of the Holy Spirit to reach out and love the less fortunate for your glory. Lead us in your love to others. Heavenly Father, you are the God of all compassion. You have shown us kindness in our lives, and your word teaches us that we should respond to others with the same kindness. Lord, you ignited the heart of our founder, Venerable Father Varghese Paipali, through your words. As you did it to one of the least of these who are members of my family, you did it to me. We implore you to pour out your graces upon us, so that even we may burn with the same fire of mercy and compassion that was found in him, to light the lives of those who are around us and to tear down the strongholds of darkness. Amen.